നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി മുൻ MP TN പ്രതാപൻ. സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3-ൽ. അന്യായം കോടതി ഫയലിൽ സ്വീകരിച്ചതായി TN പ്രതാപൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുള്ളത് ആരോപണം മാത്രമെന്ന് രമേശ് പിഷാരടി. കോടതിയിൽ സത്യം വ്യക്തമാകും വരെ രാഹുൽ ആരോപിതൻ മാത്രം. രാഹുലിനെതിരെ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും രമേശ് പിഷാരടി. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ ചെന്നു കണ്ടത് മണ്ഡലത്തിലെ വിഷയങ്ങൾ നിയമസഭയിൽ എത്തിക്കാനെന്ന് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെയെടുക്കാൻ സഹായം അഭ്യർത്ഥിച്ചു ചെന്നപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരിഹാസം വേദനിപ്പിച്ചെന്ന് വയോധിക. ഒരു നല്ല വാക്ക് പോലും സുരേഷ് ഗോപി പറഞ്ഞില്ലെന്ന് പരിഹാസം നേരിട്ട ആനന്ദവല്ലി. സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭ ജനങ്ങളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ED കണ്ടുകെട്ടിയ കരുവന്നൂർ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും ബാങ്ക് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും KV അബ്ദുൽ ഖാദർ. മങ്കരയിൽ UDF ദുർഭരണം ആരോപിച്ച് CPM ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മണ്ണൂരിൽ താൽക്കാലിക ജീവനക്കാരിയുടെ വേതനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ UDF ദുരാരോപണം ആരോപിച്ച് നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത് ഭരണപക്ഷം. ചേലക്കരയിൽ കോൺഗ്രസ് കൊടിമരം മോഷ്ടിച്ച സംഭവത്തിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ഷൊർണൂർ മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണം. പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവത്തിന് തുടക്കം. സിംഫണി 2025 പാലക്കാട് ഭാരത് മാതാ സ്കൂളിൽ. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി TN പ്രതാപൻ. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3-ലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. അന്യായം കോടതി ഫയലിൽ സ്വീകരിച്ചതായും TN പ്രതാപൻ അറിയിച്ചു. സുരേഷ് ഗോപിയും കുടുംബവും നിയമവിരുദ്ധമായി വോട്ടു ചേർത്തു എന്നാരോപിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും പ്രതാപൻ വ്യക്തമാക്കി. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3-ലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 3 മണ്ണുത്തി ജൂറിസ്ഡിക്ഷനൊക്കെ വരുന്നത് ഈ മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ്. കോടതി ഫയൽ സ്വീകരിച്ചു. 23-ാം തീയതി പോലീസിനോട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന എല്ലാ രേഖകളും പോലീസ് ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരം വാങ്ങി കോടതിയിൽ ഹാജരാക്കി ഈ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ചേർത്തിയതിൻ്റെ പേരിൽ FIR ഇട്ട് കേസെടുക്കണം. അത് കേസെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന എല്ലാ സിവിൽ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പരാതി. ന്യൂസ് ബ്യൂറോ തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുള്ളത് ആരോപണം മാത്രമെന്ന് നടൻ രമേശ് പിഷാരടി. കോടതിയിൽ സത്യം വ്യക്തമാകും വരെ രാഹുൽ ആരോപിതൻ മാത്രം. MLAക്കെതിരെ ആരോപണമുയർന്നപ്പോൾ തന്നെ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും രമേശ് പിഷാരടി പാലക്കാട്ട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ സംരക്ഷിക്കാനല്ല കോൺഗ്രസ് ശ്രമിച്ചത്. എല്ലാ മേഖലയിലും പലർക്കുമെതിരെ ആരോപണം ഉയരുന്നുണ്ട്. കോടതിയിലുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുന്നതുവരെ ആരോപിതർ മാത്രമാണിവർ. മാധ്യമങ്ങളിലൂടെ മാത്രം കേട്ട് പരിചയമുള്ള കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല. രാഹുൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. രാഹുലിനെതിരെയുള്ള ആരോപണം പാർട്ടിക്കും വ്യക്തിക്കും കോട്ടമുണ്ടാക്കും. രാഷ്ട്രീയമാണ്. ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിൽ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞ് വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം, നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ആകാണ്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞത്. അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും
ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന്. ഈ സന്ദേശങ്ങൾ ഇതൊക്കെ പുറത്തു വന്നു. പുള്ളിയൊരു MLA ആണ്, അപ്പോൾ ഇത് കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. ജാഗ്രത പുലർത്താവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ. നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു ഒരു കുറച്ച് നേരം ദൈർഘ്യമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു കൺക്ലൂഡഡ് ആയിട്ടൊരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. സിനിമാനോടൊപ്പം തന്നെ വ്യക്തമായ രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ഒരാൾ കൂടിയാണ്. കോൺഗ്രസ് രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ആളാണ്. ഇങ്ങനൊരു വിഷയത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ നാണക്കേട്ടുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകും വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു, എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഒടുന്നനെ തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു അഭിപ്രായം ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ട് നമ്മളെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ. ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ടുതൊട്ടേ റെഫറൻസ് എടുക്കും. രാഹുലിനെതിരെയുള്ള ആരോപണത്തിൽ ഷാഫിയെ പ്രതി ചേർക്കുന്നത് അവർ ആത്മമിത്രങ്ങളായതുകൊണ്ടാണ്. ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പലതും വിളിച്ചു പറയാനുണ്ടാകും. ഇത്തരം കാര്യങ്ങളിൽ തിരുത്തലുകൾ എത്രയോ കാലം മുമ്പ് തുടങ്ങേണ്ടതാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും 2.5 വർഷക്കാലം വഴിയിൽ തടയുകയും കല്ലെറിയുകയും ചെയ്തിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ രമേഷ് പിഷാരടി ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ ചെന്നു കണ്ടത് മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ നിയമസഭയിലെത്തിക്കാനെന്ന് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്. രാഹുലിന് സംരക്ഷണം നൽകണമെന്ന് KPCC തീരുമാനിച്ചാൽ ആര് തടഞ്ഞാലും എതിർത്താലും സംരക്ഷണം നൽകിയിരിക്കുമെന്നും CV സതീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം CV സതീഷും ചില കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സതീഷിന്റെ പ്രതികരണം. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ ചെന്ന് കണ്ടത് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ എത്തിക്കാനാണെന്ന് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു. മലമ്പുഴയിൽ അതീവ രഹസ്യമായാണ് സർക്കാർ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ നീക്കം നടത്തുന്നത്. കേരളത്തിലെ ആകെ മാലിന്യം മലമ്പുഴയിലെത്തിയാൽ പാലക്കാട് ജില്ലയെ അത് ഗുരുതരമായി ബാധിക്കും. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം നിയമസഭയിലെത്തിക്കണം. കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പട്ടയം ലഭിക്കാത്തവരാണ് സുന്ദരം കോളനിക്കാർ. ഇവർക്ക് പട്ടയം ലഭിക്കാൻ മുൻ MLA ഷാഫി പറമ്പിൽ നടത്തിയ ഇടപെടലുകൾ തുടരേണ്ടതുണ്ട്. നഗരസഭയിലെ 52 വാർഡുകളിലും വിവിധ പ്രവൃത്തികൾക്കായി MLA രാഹുൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നിയമസഭയിൽ എത്തിക്കേണ്ട വിഷയങ്ങളും തുടർ നടപടികൾ വേണ്ട വിഷയവും ചർച്ച ചെയ്യാനാണ് MLA വീട്ടിൽ ചെന്ന് കണ്ടത്. ആ ഒരു മാലിന്യ സംസ്കാര കേന്ദ്രം പാലക്കാട് വന്നാൽ അത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ ആവശ്യം നിയമസഭയിൽ ആരോപിക്കാനായി, ആ ആവശ്യം ഉന്നയിക്കാനായി ഞങ്ങൾ അദ്ദേഹത്തെ പാലക്കാട്ടെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സമീപിച്ചാണ്. അതുപോലെ തന്നെ ഞാൻ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാലക്കാട് ബ്ലോക്കിൽ 52 വാർഡാണ് നിലവിലുള്ളത്. ഈ 52 വാർഡിലെ കോൺഗ്രസിൻ്റെ കുറേ കൗൺസിലർമാർക്ക് പല ഫണ്ടുകൾ അദ്ദേഹം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലർമാർ ചില കൗൺസിലർമാർ ആശങ്കയിലാണ്. അപ്പോൾ ആ ഫണ്ടിൻ്റെ വിഷയവും റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും വിഷയവും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും, അതുമാത്രമല്ല ദീർഘകാലത്തെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച ഈ സുന്ദരം കോളനിയിലെ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് കൈവശ രേഖ ഉണ്ടെങ്കിലും പട്ടയമില്ല. അത് ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഒരുപാട് പോരാട്ടം നടത്തിയിട്ട് അതിനൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ രാഹുൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തിയും മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ളൊരു കാര്യം കൂടി, ആ വിഷയം കൂടി ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്നലെ MLA സമീപിച്ചത്. ഞങ്ങൾ മണ്ഡലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താമസിയാതെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മണ്ഡലത്തിൽ വന്നാൽ സംരക്ഷണം നൽകും. അതായത് ഇപ്പോൾ BJP ഒക്കെ പറയുന്ന CPM പറയുന്ന വലിയ പ്രതിഷേധം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ വാക്കും DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും പറയാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഏത് BJPക്കാരനെ എതിർത്താലും ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയും.
രാഹുലിനെതിരെ KPCC എടുത്ത തീരുമാനത്തിനൊപ്പം തന്നെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. രാഹുൽ വിഷയത്തിൽ സംരക്ഷണം നൽകാൻ KPCC നിർദ്ദേശിച്ചാൽ ഭയമില്ലാതെ അത് ചെയ്യും. ആരെയും വഴിയിൽ തടയുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെയെടുക്കാൻ സഹായം അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരിഹാസം തന്നെ വേദനിപ്പിച്ചെന്ന് വയോധിക. സുരേഷ് ഗോപി പരിഹസിച്ചുവിട്ട ആനന്ദവല്ലിയാണ് ഒരു നല്ല വാക്കുപോലും കേന്ദ്രമന്ത്രി പറഞ്ഞില്ലെന്ന് വിഷമത്തോടെ പ്രതികരിച്ചത്. പണം തിരിച്ചു കിട്ടുമെന്നു കരുതിയാണ് സുരേഷ് ഗോപിയെ സമീപിച്ചതെന്നും കടുത്ത പരിഹാസം നേരിടേണ്ടി വന്നെന്നും ആനന്ദവല്ലി പറഞ്ഞു. എൻ്റെ പേര് ആനന്ദവല്ലി. കോർപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ. സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ. അപ്പോൾ കോർപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു DDനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ അടുക്കേ ചെല്ലൂ എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല. ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല. അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയോട്. നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാ. വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി അലക്കിയും ഒക്കെ ഇട്ട കാശാ. അങ്ങനെ സ്വരൂപൂട്ടി വെച്ച് ഇട്ടിട്ട് ഇത്രയും കാശായതാ. അത് കോർപ്പറേറ്റുകാരുടെ അടുക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെ കാശൊന്നും ഇല്ല, നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും. അങ്ങനെ ഇങ്ങേര് ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെന്ന് ചോദിച്ചതാ. സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭ ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയിരിക്കുന്നുവെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ED കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും ബാങ്ക് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ പലതരത്തിലുള്ള കേസുകളുമായി മുന്നോട്ടു പോവുകയാണ്. അതിൽ തീർപ്പാകാതെ പണം വിതരണം ചെയ്താൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ആവശ്യമായ നടപടി ബാങ്ക് അധികൃതർ സ്വീകരിക്കും. നിലപാടിന് തുടർച്ചയായിട്ട് അവിടെ കരുവന്നൂർ ബാങ്കിലെ കാര്യം, അവിടെ ഈ ക്രൈസിസ് ഉണ്ടായ ശേഷം 159 കോടി രൂപ അവർ തിരിച്ചു നൽകി കഴിഞ്ഞു. അത് ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ്, കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിച്ച ബഹുമാനിയായ വീട്ടമ്മയുടെ നിക്ഷേപം കുറേശ്ശെയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ വിവരം അവർക്ക് ഈ അടുത്ത ദിവസം തന്നെ കാശ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ള കാശ് കൊടുത്ത് തീർക്കും. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ED പിടിച്ചെടുത്ത സംഗതി അതങ്ങ് വാങ്ങി കൊടുത്തുകൂടെ എന്നാണ്. സാങ്കേതികമായും നിയമപരമായിട്ടും ഉള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. BJP നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ കോടികളാണ് പലരിൽ നിന്നായി തട്ടിയത്. അതിൽ ഒരു രൂപ പോലും കൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി എന്താണ് അതിനെക്കുറിച്ച് മിണ്ടാത്തതെന്ന് അബ്ദുൽ ഖാദർ ചോദിച്ചു. സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭ ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിക്കഴിഞ്ഞെന്നും KV അബ്ദുൽ ഖാദർ കുറ്റപ്പെടുത്തി. ശരിയാണോന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പരിശോധിക്കണം. ജനങ്ങൾ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ, അദ്ദേഹം വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവരോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള സംവാദങ്ങളിൽ ഒരു ജനപ്രതിനിധി താൻ എന്ത് ചെയ്തു 1.5 കൊല്ലം കൊണ്ട് എന്നാണ് പറയേണ്ടത്. അതിന് പകരം വരുന്നവരെ ആക്ഷേപിക്കുകയും മര്യാദഘട്ട നിലയിൽ പെരുമാറുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ കലുങ്ക് സംവാദം ജനങ്ങളുടെ മെക്കെട്ട് കയറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലയോട് താൽപ്പര്യം കൂടിയാൽ കലാപത്തോടുള്ള താൽപ്പര്യം ഇല്ലാതാകുമെന്ന് നടനും സംവിധായകനുമായ രമേശ് പിഷാരടി. CBSE പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവം സിംഫണി 2025 പാലക്കാട് ഭാരത് മാതാ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് പിഷാരടി.
എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുന്ന തരത്തിൽ കലാകായിക മത്സരങ്ങളുടെ മാനുവൽ പരിഷ്കരിക്കണമെന്നും രമേശ് പിഷാരടി അഭിപ്രായപ്പെട്ടു. മനുഷ്യരെ അകറ്റുകയും അടിമയാക്കുകയും ചെയ്യുന്ന അതിർവരമ്പുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. സൗഹാർദ്ദവും സ്നേഹവും കരുതലും മുളപൊട്ടുന്നത് സർഗവാസനകളുള്ളിടത്താണ്. പഠനവും പരീക്ഷയും ജോലിയും എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മാത്രമാവരുത് വിദ്യാഭ്യാസം. വിദ്യാലയത്തിനകത്തെ കൂട്ടായ്മകൾ പോലെ നിഷ്കളങ്കമായ കൂട്ടായ്മകൾ സമൂഹത്തിലുണ്ടാവണമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. PDSSC പ്രസിഡന്റ് ഷാജി കെ തയ്യിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ റവറൻഡ് ഫാദർ ലിൻഡേഷ് ആന്റണി, റവറൻഡ് ഫാദർ ജോഷി പുളിക്കൂട്ടിൽ, ഭാരത് മാതാ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്സ് പനക്കൽ, PDSSC സെക്രട്ടറി കെ സോണിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിലെ 72 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന CBSE സഹോദയ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിലെ UDF ദുർഭരണത്തിനെതിരെ CPIM മങ്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കര പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. അയ്യോ മോനെ ഗോകുൽദാസേ, അയ്യോ മോനെ ഗോകുൽദാസേ, ഇതെന്ത് ഭരണം, നാറിയ ഭരണം, ഇതെന്ത് ഭരണം, നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം കൂടുതൽ തന്നില്ലേ, ഒരു മാസം കൂടുതൽ. കോൺഗ്രസ്സുകാർ നമ്മളെ പറഞ്ഞു 4 മാസം കുടിശ്ശിക, ഇനി നിങ്ങൾക്ക് പെൻഷൻ ഇല്ല, ഈ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം. എന്നാൽ കോൺഗ്രസ്സുകാരാ, ഇത്തവണ നിന്റെ വീട്ടിലെ പെൻഷൻ വാങ്ങിക്കുന്ന അച്ഛനും അമ്മയും 1 മാസം പിണറായി വിജയന്റെ കൂടുതൽ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് ഇല്ലേ? 1 മാസത്തെ കൂടുതൽ പെൻഷൻ. ഇതാണ് കേരളത്തിലെ സർക്കാർ, ഈ രാജ്യത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഈ കേരളത്തിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരിക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാം വീട്ടിൽ നല്ല പഠിത്തമുള്ളവരല്ലേ. CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPM പാലക്കാട് ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, മങ്കര ലോക്കൽ സെക്രട്ടറി ER ശശി, OM മോഹൻരാജ്, CK ചെന്താമരാക്ഷൻ, PP സദാശിവൻ, KK രാധാകൃഷ്ണൻ, KS മനോഹരൻ, MS ഹരിദാസ്, മുഹമ്മദ് ഷാഫി, വിനീത, അനീഷ്, AR മനോജ്, KV ചെന്താമരാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. മങ്കര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മൗനം വെടിയണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. വിവരാവകാശ നിയമം പോലും അട്ടിമറിക്കുന്ന നടപടി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. മാലിന്യ പ്ലാന്റ് പദ്ധതി സംബന്ധിച്ച് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. 2023 മെയ് 16-ാം തീയതി തഹസിൽദാർ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കത്ത് നൽകി. 2025 ഏപ്രിൽ 25-ന് റിപ്പോർട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹെഡ് വർക്ക് സബ് ഡിവിഷൻ മലമ്പുഴയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കത്ത് വ്യക്തമാക്കുന്നുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ടും താലൂക്ക് സമിതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അസിസ്റ്റന്റ് എഞ്ചിനീയറോ തയ്യാറാകാത്തത് ദുരൂഹമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. വിവരാവകാശ നിയമപ്രകാരം പണമടച്ച് 1 മാസമാകാറായിട്ടും വിവരം നൽകാത്തത് വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ്. ഭൂമാഫിയയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് റിപ്പോർട്ട് പൂഴ്ത്തിയത്. വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ആവശ്യപ്പെട്ടു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ PA ഡെയ്നി ജോൺ ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബന്ധപ്പെടുകയും ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭ്യമാക്കാമെന്ന ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ലാൻഡ്ഫിൽ സമരസമിതി കൺവീനർ ബോബൻ മാട്ടുമന്ത, മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ, ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, ഫ്രിൻഡോ ഫ്രാൻസി, FB ബഷീർ, KN സഹീർ, ഷെരീഫ് റഹ്മാൻ, R രാമകൃഷ്ണൻ, S സഞ്ജീവ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചേലക്കരയിലെ കൊടിമരം മോഷണം പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 SFI പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ചേലക്കര സെൻട്രൽ സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരമാണ് മോഷണം പോയത്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കൊടിമരം കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 SFI പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് UDFിലെ 4 അംഗങ്ങൾ നടത്തിയ വസ്തുതാവിരുദ്ധ ആരോപണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്താൻ എന്ന് ആരോപിച്ച് നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത. തെറ്റായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നാണ് ആരോപണം. ഏത് വിജിലൻസ് അന്വേഷണവും നേരിടാൻ താൻ സന്നദ്ധയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. UDF അംഗങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ വിളിച്ചു പറയുകയും മണ്ണൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിക്ക് നൽകിയ വേതനത്തെ സംബന്ധിച്ച് പ്രസിഡന്റും ഭരണസമിതിയും അഴിമതി നടത്തിയെന്നും ആരോപിച്ചായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയത്. താൽക്കാലിക ജീവനക്കാരിക്ക് നൽകിയ വേതനം സംബന്ധിച്ച കൃത്യമായ രേഖകൾ പഞ്ചായത്തിലുണ്ടെന്നിരിക്കെ ഇവയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയത്. ഭരണസമിതിയുടെ അധ്യക്ഷ എന്ന നിലയിൽ തന്നെ വ്യക്തിപരമായ രീതിയിൽ അവഹേളിക്കുകയും സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികളുമാണ് UDF അംഗങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും അഡ്വക്കേറ്റ് മുഖേന അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു. താൽക്കാലിക ജീവനക്കാരിയുടെ ഒരു പരാതിയെ തുടർന്ന് UDFിൻ്റെ മെമ്പർമാർ കുറച്ച് ദിവസങ്ങളായി നവമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും പഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനവിരുദ്ധമായ കാര്യമാണ്. പരാതിക്കാരിയും അതുപോലെ തന്നെ ഈ UDF മെമ്പർമാരും ഉന്നയിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കൊണ്ടും അവരുടെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധിക്കുകയും കൃത്യമായ രേഖകളെല്ലാം തന്നെ, അതായത് 2017 മുതൽ അവർ ഇവിടെ ജോലിക്കായി, അതായത് താൽക്കാലിക ജോലിക്കായി ഇവിടെ വരികയും അതിൻ്റെ രേഖകളെല്ലാം തന്നെ കൃത്യമായി പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതും അവർ പറയുന്ന അഴിമതിയെ കൃത്യമായി കൊണ്ട് തന്നെ ഏത് അന്വേഷണത്തിനെയും നേരിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഭരണസമിതി എന്ന നിലയിലും തയ്യാറാണ് എന്നും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ച UDF മെമ്പർമാർക്കെതിരെ, അതായത് 4 UDF മെമ്പർമാർക്കും പരാതിക്കാരിക്കുമെതിരെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി എന്ന നിലയിൽ വക്കീൽ നോട്ടീസ് നമ്മൾ അയച്ചിട്ടുണ്ട്. ഏത് വിജിലൻസ് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അറിയിച്ചു. നോട്ടീസ് കിട്ടി 3 ദിവസത്തിനകം നിരുപാധികം മാപ്പ് പറയേണ്ടതാണെന്നും അപകീർത്തികരമായ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ എന്നിവർ അറിയിച്ചു. ഘട്ടങ്ങളിലും ഒന്നും ഈ തുക കുറഞ്ഞുപോയി എന്നുള്ള ആരോപണം ഉന്നയിക്കാതെ ഇപ്പോൾ ഈ ആരോപണമായി വരുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അല്ലെങ്കിൽ UDF മെമ്പർമാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന നാടകത്തിൽ ഈ കുട്ടി കൂടി പങ്കാളികളായി എന്നാണ് ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖകളെല്ലാം കൃത്യമായും, ഈ വൗച്ചർ രേഖകളെല്ലാം കൃത്യമായും ഓഡിറ്റിന് വിധേയമാണ്. ഏത് ഏജൻസിക്കോ ഏത് അന്വേഷണ ഏജൻസിയോ രേഖകൾ പരിശോധിക്കാം, അത് ഉറപ്പുവരുത്താം. ഈ ആരോപണം വന്ന മാത്രയിൽ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ ആ രേഖകൾ പരിശോധിച്ച് ആ ബന്ധപ്പെട്ട രേഖകൾ ഉറപ്പുവരുത്തിയാണ് ഏത് അന്വേഷണത്തെ നേരിടാനും തയ്യാറാണ്. ഇവിടെ ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. മാങ്കുറിശ്ശിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര വെള്ളറോഡിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ KA കുഞ്ചുണ്ണിക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ പതാക കൈമാറി. മേഖലാ സെക്രട്ടറി KR രാജൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KV ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പറളി മേഖലാ ഇൻചാർജ് സത്യൻ, മേഖലാ പ്രസിഡന്റ് KV ശിവദാസൻ, വിധിൻ കേരളശ്ശേരി, പഞ്ചായത്ത് അംഗം രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൊഴിലാളി ദിനമായ ഇന്ന് എല്ലാ പഞ്ചായത്ത് തലങ്ങളിൽ പദയാത്രകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പദയാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മങ്കര പഞ്ചായത്തിലും പദയാത്ര തീരുമാനിച്ചിട്ടുള്ളത്. ഈ ജാഥയുടെ ഉദ്ദേശങ്ങൾ 27ഓളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ഈ പദയാത്ര നടത്തുന്നത്, പ്രക്ഷോഭ പരിപാടി നടത്തുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘം ഈ സമരം ഏറ്റെടുക്കാൻ കാരണം ഈ രാജ്യത്ത് തൊഴിലാളികളുടെ വക്താക്കളാണ്. തൊഴിലാളികളെ സംരക്ഷിക്കും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇത് തൊഴിലാളികളെ മറന്നുകൊണ്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. പദയാത്രയുടെ സമാപന യോഗം RSS പ്രൗഢ പ്രമുഖ് സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. KA കുഞ്ചുണ്ണി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അമീബിക് മസ്തിഷ്ക ജ്വരം ഷൊർണൂർ മേഖലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞതായും ഷൊർണൂർ
സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീഹരി പറഞ്ഞു. അതേസമയം ജാഗ്രതയും നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡോക്ടർ ശ്രീഹരി STVയോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിനകം ജില്ലയിൽ 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഷൊർണൂർ മേഖലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇതിനകം ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞതായും ഷൊർണൂർ നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീഹരി STVയോട് പറഞ്ഞു. അതേസമയം ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഏതെങ്കിലും കാരണവശാൽ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടണമെന്നും ഡോക്ടർ ആർ ശ്രീഹരി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞു കാണും. വൃത്തിയില്ലാതെയുള്ള കുളങ്ങളും അല്ലെങ്കിൽ വൃത്തിയില്ലാതെയുള്ള വെള്ളക്കെട്ടുകൾ, പുഴകൾ, ഇവിടെയെല്ലാം കുളിക്കുന്നതിലൂടെയും മൂക്കിലൂടെ വെള്ളം കയറി നമ്മുടെ തലച്ചോറിലേക്ക് എത്തിപ്പെടുന്നതിലൂടെയാണ് ഈ ജ്വരം വന്നു ചേരുന്നത്. അപ്പോൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കുളിക്കാതിരിക്കുക, അതിലൂടെയാണ് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞു. എല്ലാ കുളങ്ങളും വീടിലെ കിണറുകളും എല്ലാം ക്ലോറിനേഷൻ ഇതിനകം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും മുൻകരുതൽ ജനങ്ങളാണ് എടുക്കേണ്ടത്. കൂടുതൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പോയി അകപ്പെടാതിരിക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. പറളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായത് 2 അപകടങ്ങൾ. പച്ചക്കറി കയറ്റിയ വാഹനം നിർത്തിയിട്ട വണ്ടിയിൽ ഇടിച്ചു കയറി. കാൽനടയാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു. ആളപായമില്ല. വ്യാഴാഴ്ച പുലർച്ചെ 1:30 പച്ചക്കറി കയറ്റിയ വാഹനം പാതയോരത്ത് നിർത്തിയിട്ട മറ്റൊരു വാഹനത്തിലിടിച്ചു. പാലക്കാട് കുളപ്പള്ളി റൂട്ടിൽ പറളി തേനൂർ പെട്രോൾ പമ്പിന് സമീപമാണ് നിയന്ത്രണം വിട്ട പച്ചക്കറി വാഹനം നിർത്തിയിട്ട വണ്ടിയിലിടിച്ചത്. ആളപായമില്ല. രാവിലെ 9:30 കാൽനടയാത്രക്കാരനെ ബൈക്കും ഇടിച്ചു തെറിപ്പിച്ചു. ഇതാണ് മറ്റൊരു അപകടം. ഗുരുതരമായി പരിക്കേറ്റയാളെ കല്ലേക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമ്പലപ്പാറ പഞ്ചായത്ത് ഖരമാലിന്യ പരിപാലനത്തിന് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന MCFൽ ഖരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചത്. സോർട്ടിംഗ് ടേബിൾ വഴിയായിരുന്നു ഇതുവരെ മാലിന്യങ്ങൾ വേർതിരിച്ചിരുന്നത്. കൺവെയർ ബെൽറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ദിവസേനയുള്ള പ്രവൃത്തികൾ 10 മടങ്ങ് വേഗത്തിൽ നടത്താൻ കഴിയും. 2025-26 വർഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി 7 ലക്ഷം രൂപയാണ് കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി നീക്കിവച്ചത്. 20 അടി നീളവും 3 അടി വീതിയുമുള്ള സോർട്ടിംഗ് കൺവെയറിന് 6 അടി നീളവും 3 അടി വീതിയുമുള്ള ഫീഡർ കൺവെയർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. വേഗത നിയന്ത്രിക്കുന്നതിനുള്ള VFD കൺട്രോളും സുരക്ഷയുടെ ഭാഗമായി എമർജൻസി സ്വിച്ചുകളും നൽകിയിട്ടുണ്ട്. 3 വർഷമാണ് വാറണ്ടി. ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു MM അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ KL നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജാതി സെൻസസ് ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. KTACയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും മുനിസിപ്പൽ മെമ്പർമാരെ ആദരിക്കലും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി KC പ്രീത് ഉദ്ഘാടനം ചെയ്തു. ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് V. ബാബു അധ്യക്ഷത വഹിച്ചു. KTAC സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി ലായംതോപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. INTUC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി സുന്ദരൻ വെള്ളപ്പാറ, TP കേശവൻ, KP കുട്ടൻ, MV വിജയകുമാരൻ, P. സുദേവൻ, KR രാജീവ്, K. കൃഷ്ണൻകുട്ടി, പ്രസാദ് കുമാർ മാത്തൂർ, PK ചന്ദ്രൻ, V. പ്രേമദാസ്, M. കണ്ടമുത്തൻ, C. സന്തോഷ്, TK മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ സത്യഭാമ കുട്ടൻ, അനിശ്രീ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. KTAC ജില്ലാ ജനറൽ സെക്രട്ടറി N. രാധാകൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ മുകുന്ദൻ വണ്ടാഴി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം 30-നുള്ളിൽ പൂർത്തിയാക്കാൻ റെയിൽവേ നിർദ്ദേശം. ഒക്ടോബർ 2-ന് നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യം. മാസങ്ങളോളമായി തുടരുന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഈ മാസം 30-നുള്ളിൽ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം. സ്റ്റേഷന് മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം, പാർക്കിംഗ് ഗ്രൗണ്ട് ഏരിയയിലെ മെച്ചപ്പെടുത്തലുകൾ, സ്റ്റേഷൻ അപ്രോച്ച് റോഡ് വഴിതിരിച്ചുവിടൽ, ടോയ്ലറ്റുകളുടെ നവീകരണം, പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര, പുതിയ പാർക്കിംഗ് ഏരിയ, ടോയ്ലറ്റ് ബ്ലോക്കോടുകൂടിയ പുതിയ കാത്തിരിപ്പ് മുറി, 4 പുതിയ ലിഫ്റ്റുകൾ, സ്റ്റാൻഡേർഡ് സൈനേജുകളും ഡിസ്പ്ലേ ബോർഡുകളും തുടങ്ങി ഭൂരിഭാഗം പ്രവൃത്തികളും ഇതിനിടെ പൂർത്തിയായിട്ടുണ്ട്.
പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളാണ് അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം 30-നുള്ളിൽ പൂർത്തീകരിച്ച് ഒക്ടോബർ 2-ന് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്താനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. അതിനുശേഷം രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭക്തജന സഞ്ചയം സാക്ഷിയാക്കി മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിർമ്മാല മഹോത്സവം. പഞ്ചാരിമേളവും ഇടുതുടി വാദ്യവും ശിവേലിക്ക് അകമ്പടിയായി. ആയിരങ്ങൾ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തിയിരുന്നു. കേരളത്തിലെ പ്രശസ്ത വാദ്യ കലാകാരന്മാർ തങ്ങളുടെ വാദ്യസമർപ്പണം നടത്തിയപ്പോൾ കേരളത്തിലെ കരുവീരന്മാരും വില്ലാദ്രിനാഥനെ വണങ്ങാനെത്തി. താമരമാലകളാലും കദംബമാലകളാലും കുരുത്തോല തോരണങ്ങളാലും അലങ്കൃതമായ ക്ഷേത്രത്തിൽ നിറമാല ദർശനത്തിനായി ആയിരങ്ങളാണ് രാവിലെ മുതൽക്ക് ഒഴുകിയെത്തിയത്. അലങ്കരിച്ച ഗജവീരന്മാരുടെ ചിരസിലേറി രാമലക്ഷ്മണന്മാർ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പഞ്ചാരിമേളവും ഇടുതുടിവാദ്യവും ശീവേലിക്ക് അകമ്പടിയാക്കി. വർണ്ണനാഥ വിസ്മയങ്ങൾ തീർത്ത നിറമാല സമർപ്പണത്തോടെ മധ്യകേരളത്തിലെ ഉത്സവകാലത്തിനും സമാരംഭമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി നേച്ചർ ക്ലബിൻ്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന രംഗോലി 12ാമത് ഫോട്ടോ പ്രദർശനം വയനാട് മാനന്തവാടി കോമാച്ചി പാർക്കിൽ തുടങ്ങി. 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത 71 ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ഫോട്ടോ പ്രദർശന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ക്ലബ് കോർഡിനേറ്റർ മുദ്ര ഗോപി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, സംസ്ഥാന സെക്രട്ടറിമാരായ CG ടൈറ്റസ്, മസൂദ് മംഗലം, മുൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോവേൾഡ്, മുൻ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ സജീവ് വസതിയിൽ, ജനീഷ് പാമ്പൂർ, S രാജൻ, ഹേമേന്ദ്രനാഥ് തിരുവനന്തപുരം, വയനാട് ജില്ലാ സെക്രട്ടറി സോമൻ അജന്ത തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ B രവീന്ദ്രൻ സ്വാഗതവും ക്ലബ്ബ് സബ് കോർഡിനേറ്റർ ബൈജു ശലഭം നന്ദിയും പറഞ്ഞു. കോമാച്ചി പാർക്ക് ഉടമ അജീബ് കോമാച്ചി തന്റെ ജീവിതരഹസ്യത്തിന്റെ കഥ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് അഖില കേരള വിശ്വകർമ്മ സഭ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം 2025 നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നിർണായകമായ പങ്ക് ഭൗതിക ലോകമുണ്ടാക്കിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ്. അപ്പോൾ മഹത്തായ പാരമ്പര്യവും പൈതൃകവും ആ പാരമ്പര്യമായ തൊഴിലും അത് സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക പാക്കേജ് വിശ്വകർമ്മകർക്കായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരും. അത് തുടക്കത്തിലൊക്കെ നന്നായിരുന്നു. പിന്നീട് ഇത് നടപ്പിലാക്കേണ്ട ഏജൻസി, പ്രത്യേകിച്ച് ദേശസാൽകൃത ബാങ്കുകൾ പല തടസ്സവാദങ്ങളും ഉന്നയിച്ച് വിശ്വകർമ്മകർക്കുള്ള ബൃഹത്തായ പദ്ധതിക്ക് തുടക്കമിട്ടുക. സ്വാഭാവികമായിട്ടും അർഹരായ ആളുകൾക്ക് പലർക്കും അത് ലഭിക്കുന്നില്ല. മാത്രമല്ല, പലർക്കും ഇങ്ങനെയൊരു പദ്ധതി ഉള്ളതായിട്ട് അറിയുന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം വിശ്വകർമ്മജരായിട്ട് ജനസംഖ്യയിൽ നമ്മുടെ 3-3.5 കോടിയിൽ 40-45 ലക്ഷത്തോളം വരുന്ന ആളുകൾ വിശ്വകർമ്മജരാണ്. ജനസംഖ്യയിൽ വളരെ നിർണായകമാണ്. പക്ഷെ ആനുകൂല്യങ്ങളും സംരക്ഷണത്തിലും നിങ്ങൾ വളരെ പിറകിലാണ്. അത് സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. വിശ്വകർമ്മസഭ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് V ശിവൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ കൃഷ്ണദാസ് എഴക്കാട് വിശ്വകർമ്മ സന്ദേശം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം K കാർത്തികേയൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി V മനോജ് കുമാർ, പാലക്കാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ബേബിചന്ദ്രൻ, NSS പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, SNDP പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി KR ഗോപിനാഥ്, K മുരളീധരൻ, K ആറുമുഖൻ എന്നിവർ പ്രസംഗിച്ചു.
ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന അമ്മമാരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സർക്കാർ കാർഷിക കർഷകക്ഷേമ വകുപ്പ് ആത്മയുടെ നേതൃത്വത്തിൽ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സ്യ കർഷകർക്കുള്ള പരിശീലനം തുടക്കം കുറിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ യൂസഫ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് കർഷകർക്ക് അവലോകന ക്ലാസ് നയിച്ചു. പുതിയ കാലത്തെ വിവരങ്ങളെ സംബന്ധിച്ച് കർഷകരുമായി സംസാരിക്കുന്നതിനും അവരെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ വിഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മത്സ്യം എന്ന് പറയുന്നത്. പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനേഷ് കുമാർ, ഫിഷറീസ് ഓഫീസർ മുനീർ, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്ത് തല പോഷകാഹാര വാരാചരണവും പ്രദർശനമേളയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ അവരിലേക്ക് അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള മാസാചരണങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള മാസാചരണം എന്ന് പറയുമ്പോൾ ഈ തുടങ്ങുന്ന ഒരു മാസത്തെ ഉള്ള അറിവ് മാത്രമല്ല, ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, അതാണ് നമ്മൾ പോഷക ആഹാരങ്ങളിലൂടെ നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു അംഗൻവാടി ടീച്ചറോ അല്ലെങ്കിൽ ICD സൂപ്പർവൈസറോ മറ്റുള്ള ആളുകളോ പറയുന്നതല്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കൾക്ക് നമ്മുടെ ആരോഗ്യവുമാണ് നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കണം എന്നുള്ളത് നിരന്തരം ഗവൺമെന്റ് തലത്തിൽ മറ്റെല്ലാവരും പറയുന്നെങ്കിൽ. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സുനിത, VC പ്രീത, സരിത, റജുല എന്നിവർ സംസാരിച്ചു. ICD സൂപ്പർവൈസർ P. നളിനി സ്വാഗതവും പഞ്ചായത്ത് അംഗം PC സുമ നന്ദിയും പറഞ്ഞു. 26 അംഗനവാടികളിൽ നിന്നായി വർക്കർമാരും രക്ഷിതാക്കളും പങ്കെടുത്തു. അംഗനവാടി ജീവനക്കാർ ഒരുക്കിയ പോഷകാഹാര പ്രദർശനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ചേലക്കര പായിങ്കുളം റോഡിലെ 1-ാം മൈൽസിന് സമീപം പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. എന്നാൽ ഇതൊന്നും അധികൃതർ അറിഞ്ഞിട്ടില്ല. ചേലക്കര പായിങ്കുളം റോഡിലെ 1-ാം മൈലിന് സമീപമാണ് പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം ദിനംപ്രതി പാഴായി പോകുന്നത്. എന്നാൽ എല്ലാം കണ്ട് അധികൃതർ മൗനത്തിൽ. ഈ റോഡിന്റെ പണി 2 മാസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. ദിനംപ്രതി നിരവധി ബസ്സുകളും മറ്റ് വാഹനങ്ങളും ഈ വഴിക്ക് പോകുന്നുണ്ട്. പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതിനെ തുടർന്ന് റോഡ് കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. അധികൃതർ വേണ്ട നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് നാട്ടുകാരനായ KM മുഹമ്മദ് ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. ചെറുത്തിൽ നിന്നും ചേലക്കരയിലേക്ക് പോകുന്ന പ്രദേശത്ത് 1-ാം മൈൽസ് ദേശത്ത് പൈപ്പ് ലൈൻ പൊട്ടി ദിവസങ്ങളോളമായിട്ട് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം, ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 മാസം മുൻപ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. വളരെ നല്ല രീതിയിൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ പൈപ്പ് ലൈനിൻ്റെ നിർമ്മാണം ഈ പൊട്ടിയ ഭാഗത്ത് ഉടനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ റോഡ് പൊളിച്ച് വൃത്തികേടാക്കേണ്ട ഒരു ഗതികേട് വരും. അത്തരം ദുരന്താവസ്ഥയിലേക്ക് എത്തിക്കാതെ എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഈ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി നടത്തി ഈ വെള്ളം പാഴായി പോകുന്ന സ്ഥിതിക്ക് അടിയന്തരമായി മാറ്റം ഉണ്ടാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് SI P. സേതുമാധവൻ മേള ഉദ്ഘാടനം ചെയ്തു. 250ഓളം കുട്ടികൾ പങ്കെടുത്തു. രാവിലെ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടുകൂടിയാണ് സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഷൊർണൂർ പോലീസ് SI P. സേതുമാധവൻ മേള ഉദ്ഘാടനം ചെയ്തു. മനസ്സിൽ ഓരോരോ മോഹങ്ങളുണ്ടായിരിക്കും. അവരുടേതായ പാതയിൽ നിങ്ങൾ പിന്തുടരുന്നതിനും അവർക്ക് പൂവണിയാൻ കഴിയാത്ത മോഹങ്ങൾ നിങ്ങളാൽ പൂവണിയുന്നതിനും നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും വേണ്ടിയാണ് നിങ്ങളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ആയതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ സ്കൂളിൽ വരുന്ന നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും അതിൻ്റെ ആദ്യപടിയായി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന നിങ്ങൾക്ക് ഏവർക്കും അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ചിന്താഗതികളായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിലും സംശയമില്ല. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് മാസ്റ്റർ അധ്യക്ഷനായി. ഹെഡ് മിസ്സസ് ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K. മധു, പ്രശാന്ത്,
തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് SI P സേതുമാധവൻ പതാക ഉയർത്തലും നിർവഹിച്ചു. വിവിധ ഇന മത്സരങ്ങൾ അരങ്ങേറി. 250ഓളം കുട്ടികൾ മേളയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലാ പുരുഷ വനിതാ സീനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് കടമ്പൂരിൽ നടക്കും. 21 രാവിലെ 10:30 മുതൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി, കടമ്പൂർ യുവരശ്മി ക്ലബ്ബ്, കടമ്പൂർ കബഡി കൂട്ടായ്മ എന്നിവ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. 21 രാവിലെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ K. പ്രേംകുമാർ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. പുരുഷ വിഭാഗത്തിൽ 20 ടീമും വനിതാ വിഭാഗത്തിൽ 10 ടീമുകളും പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷനും നടക്കും. ജില്ലാ ടീമിനെയും തിരഞ്ഞെടുക്കും. ഷൊർണൂർ DYSP R. മനോജ് കുമാർ സമ്മാനദാനം നിർവഹിക്കും. തമിഴ് സിംഗർ പടയപ്പ നയിക്കുന്ന ചെറുപ്പളശ്ശേരി റിഥം ഓർക്കസ്ട്രയുടെ കരോക്കെ ഗാനമേളയും ഉണ്ടാകും. പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും പാലക്കാട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പാലക്കാട് ജില്ലാ സീനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യം കടമ്പൂരിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. കടമ്പൂർ യുവരശ്മി ക്ലബിൻ്റെയും കടമ്പൂർ കബഡി കൂട്ടായ്മ എന്ന പുതിയൊരു സംഘടനയുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്. യുവരശ്മി ക്ലബിനെ പറ്റിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 35 വർഷമായിട്ട് ഒറ്റപ്പാലത്തിൻ്റെ വിവിധ മേഖലകളിൽ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ക്ലബ്ബാണ്. ധാരാളം വെല്ലുവിളികളും പ്രശ്നങ്ങളും എല്ലാം നേരിട്ട് അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇന്നും ഊർജ്ജസ്വലമായിട്ട് ഈ ക്ലബിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും വളരെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോഴും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നത്. ക്ലബ്ബ് രൂപീകരിച്ച കാലം മുതൽ ഏകദേശം ഒരു 10-15 വർഷത്തോളം നമ്മൾ ജില്ലാ സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പുകൾ നടത്തുകയും വളരെ വിജയമായി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ചില പ്രശ്നങ്ങൾ പരാതികൾ വന്നപ്പോഴാണ് നമ്മൾ നിർത്തിയിട്ട് പിന്നെ വടംവലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ കൂടി വന്നത്. ഈ വർഷം ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായി. നമ്മൾ ചന്ദ്രനായിട്ട് സംസാരിച്ച സമയത്ത് വളരെ സഹകരണത്തോടു കൂടി ഉത്തരവാദിത്തത്തോടെ നടത്തുമെന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അസോസിയേഷൻ നമ്മളെ അത് ഏർപ്പാടാക്കുക ചെയ്തു. യുവരശ്മി ക്ലബ്ബ് പ്രസിഡന്റ് A. സുധീർ, സെക്രട്ടറി A. ഹരിദാസ്, സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി അംഗം ചന്ദ്രൻ കളപ്പെട്ടി, കടമ്പൂർ കബഡി കൂട്ടായ്മ കൺവീനർ P. സുനിൽകുമാർ, രക്ഷാധികാരി PP ഹരിദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തിയിൽ ഗീത എബ്രഹാം അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ്ബുകളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജിൽ വെച്ചായിരുന്നു ഗീത എബ്രഹാം അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത്. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഗീത ചേച്ചിയാണ്. ഒരു ഹോളിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ, ഒരു പൊതുപരിപാടിയാവട്ടെ, ചെറിയുടെ നിറക്കുടമായി എല്ലാവരോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി എന്നും പറയാൻ ധൈര്യപ്പെട്ടിരുന്ന ഗീത ചേച്ചി ഓർക്കാതെ ഒരാൾക്കും പോകാൻ വേണ്ടി കഴിയില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം ഒട്ടേറെ കാര്യങ്ങളിൽ അവരുമായി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്ത് സഹായം ഉണ്ടെങ്കിലും, ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാതെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ, പഠിക്കുന്ന കുട്ടികൾക്കായാലും വേണ്ടില്ല, ചികിത്സയ്ക്കായാലും വേണ്ടില്ല, ഏത് കാര്യത്തിനും മനസ്സറിഞ്ഞ് സഹായിക്കാനുള്ള നല്ല മനസ്സ് അവർക്കുണ്ടായിരുന്നു. ചടങ്ങിൽ AK ഹരീന്ദ്രനാഥ് അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP, ഡോക്ടർ കൃഷ്ണകുമാർ, സന്ധ്യ മന്നത്ത്, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, ഡോക്ടർ നരേന്ദ്രമേനോൻ, രാമു ചാത്തനാത്ത്, ജിഷ് പ്രകാശ്, രൂപ ജോർജ്, ഹുസൈൻ ചെറുതുരുത്തി, ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രതിനിധി TB മൊയ്തീൻകുട്ടി, ഷൊർണൂർ പ്രസ് ക്ലബ്ബ് പ്രതിനിധി അനൂപ് ഷൊർണൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാങ്കുർശിയിൽ വീട്ടമ്മയെയും ഭർത്തൃ സഹോദരനെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മാങ്കുർശി പങ്കജം നിവാസിൽ 83 വയസ്സുള്ള പങ്കജത്തെയും ഭർത്തൃ സഹോദരൻ 80 വയസ്സുള്ള രാജനെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പങ്കജത്തെ വീടിന്റെ താഴത്തെ കിടപ്പുമുറിയിൽ കട്ടിലിന് താഴത്തും രാജനെ വീടിന് മുകളിലെ ഓപ്പൺ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. സംഭവ സമയത്ത് വീട്ടിൽ ഇരുവരും മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 ദിവസം മുൻപാണ് പങ്കജത്തിന്റെ മകൻ രാജേഷും ഭാര്യയും തമിഴ്നാട്ടിൽ ടൂർ പോയത്.
ബുധനാഴ്ച ഉച്ചയോടെ രാജേഷ് അമ്മ പങ്കജത്തെ ടെലിഫോണിൽ പലതവണ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. തുടർന്ന് പങ്കജത്തിന്റെ സഹോദരൻ സഹദേവനെ ബന്ധപ്പെടുകയും സഹദേവൻ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുൻഭാഗം വാതിലുകൾ അടച്ചിട്ടിരുന്നു. വീട്ടിലെ CCTVയും ഓഫാക്കി വച്ചിരുന്നു. പങ്കജത്തിന്റെ ഭർത്താവ് വാസു 10 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. പങ്കജവും രാജനും മരുമകൾ അജിതയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ദുബായിലായിരുന്ന അജിതയുടെ ഭർത്താവ് രാജേഷ് ഒരാഴ്ച മുൻപാണ് മാങ്കുറിശ്ശിയിലെ വീട്ടിലെത്തിയത്. മങ്കര പോലീസ് സ്ഥലത്തെത്തി. പാലക്കാട് നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP M വിജയകുമാർ, മങ്കര CI പ്രതാപ്, SI സുൽഫിക്കർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ CR സുരേഷ് കുമാർ, CT ബാബുരാജ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പരിശോധനയിൽ ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. ഏഷ്യ കപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിലെ ഹസ്തദാന വിവാദം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കായികരംഗത്ത് പ്രതിഫലിക്കുന്നത് ഒരു ദുസ്സൂചനയാണോ? മാറ്റുലിയിലേക്ക്. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നമ്മുടെ സൂര്യകുമാർ യാദവ് ഹസ്തദാനം നടത്താതെ തിരിഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ്. കാരണം ഇന്ത്യ-പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആ തമ്മിലുള്ള ബന്ധം പഹൽഗാം വിഷയത്തോടു കൂടി ഭയങ്കരമായിട്ട് വഷളായി. അപ്പോൾ നയതന്ത്ര ബന്ധത്തിലും അതോടൊപ്പം കായിക ബന്ധത്തിലത് ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്ത്യ അങ്ങനെ പ്രതികരിച്ചാലേ അതിന് പഠിക്കാൻ പറ്റും. അത് പഠിക്കും, പാകിസ്ഥാൻ പഠിക്കും. പാകിസ്ഥാനായിട്ട് ഒരു ഒത്തുചേരലും പാടില്ല. എന്നാൽ മാത്രമാണ് പാകിസ്ഥാൻ ഇനിയും ഇങ്ങനത്തെ ഭീകര ആക്രമണത്തെ ഇപ്പോഴും അവർ എതിർത്ത് പറയുന്നില്ല. ഈ സംഭവം ഉണ്ടായിട്ട് പോലും അവർ എതിർത്ത് പറയുന്നില്ല. അവർക്കത് എതിർത്ത് പറയണമെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളും കായിക ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും അവരായിട്ട് കുറച്ചു കാലം നിഷേധിക്കപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഹസ്തദാനത്തിൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിനപ്പുറം കായിക രംഗത്തേക്ക് ഇത്തരം വിഷയങ്ങൾ കടന്നു കഴിഞ്ഞാൽ അത് ഭാവിയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവേദികളിൽ ഇത്തരം പ്രകടനങ്ങൾ വന്നാൽ അത് നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഒരു നല്ല സമ്പ്രദായമല്ല. അതുകൊണ്ട് ഈ സൗഹൃദം മത്സരങ്ങളിൽ നിലനിർത്തണമെന്നാണ് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി മുൻ MP TN പ്രതാപൻ. സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3. അന്യായം കോടതി ഫയലിൽ സ്വീകരിച്ചതായി TN പ്രതാപൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുള്ളത് ആരോപണം മാത്രമെന്ന് രമേശ് പിഷാരടി. കോടതിയിൽ സത്യം വ്യക്തമാകും വരെ രാഹുൽ ആരോപിതൻ മാത്രം. രാഹുലിനെതിരെ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും രമേശ് പിഷാരടി. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ ചെന്നു കണ്ടത് മണ്ഡലത്തിലെ വിഷയങ്ങൾ നിയമസഭയിൽ എത്തിക്കാനെന്ന് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെയെടുക്കാൻ സഹായം അഭ്യർത്ഥിച്ചു ചെന്നപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരിഹാസം വേദനിപ്പിച്ചെന്ന് വയോധിക. ഒരു നല്ല വാക്കുപോലും സുരേഷ് ഗോപി പറഞ്ഞില്ലെന്ന് പരിഹാസം നേരിട്ട ആനന്ദവല്ലി. സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭ ജനങ്ങളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ED കണ്ടുകെട്ടിയ കരുവന്നൂർ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും ബാങ്ക് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും KV അബ്ദുൽ ഖാദർ. മങ്കരയിൽ UDF ദുർഭരണം ആരോപിച്ച് CPM ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മണ്ണൂരിൽ താൽക്കാലിക ജീവനക്കാരിയുടെ വേതനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ UDF ദുരാരോപണം ആരോപിച്ച് നിയമ നടപടിക്കൊരുങ്ങി പഞ്ചായത്ത് ഭരണപക്ഷം. ചേലക്കരയിൽ കോൺഗ്രസ് കൊടിമരം മോഷ്ടിച്ച സംഭവത്തിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ഷൊർണൂർ മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണം. പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവത്തിന് തുടക്കം. സിംഫണി 2025 പാലക്കാട് ഭാരത് മാതാ സ്കൂളിൽ. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.